പാകിസ്ഥാനും സംയുക്തമായി വികസിപ്പിച്ച JF-17 തണ്ടർ യുദ്ധവിമാനങ്ങൾ വാങ്ങി നൈജീരിയൻ വ്യോമസേന പ്രതിസന്ധിയിൽ. 2021 സേനയുടെ ഭാഗമായ 3 വിമാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നിലവിൽ പറത്താൻ കഴിയുന്നത്. വിമാനത്തിന്റെ ഘടനയിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഗുരുതരമായ പോരായ്മകൾ കാരണം ബാക്കി 2 വിമാനങ്ങളും നിലത്തിറക്കിയിരിക്കുകയാണ്. ഘടനാപരമായ തകർച്ച വിമാനത്തിന്റെ എയർഫ്രെയിമിലും ചിറകുകൾക്ക് താഴെ ആയുധങ്ങൾ ഘടിപ്പിക്കുന്ന ഭാഗങ്ങളിലും വിള്ളലുകൾ രൂപപ്പെടുന്നതായി കണ്ടെത്തി. കുറഞ്ഞ സമയം മാത്രം പറത്തിയ വിമാനങ്ങളിൽ ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നത് എയർഫ്രെയിമിന്റെ ഗുണനിലവാരമാണ് ചോദ്യം ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആൻഡ് ഏവിയോണിക്സ് മിഷൻ കമ്പ്യൂട്ടറുകളിലെ സോഫ്റ്റ്വെയർ തകരാറുകൾ കാരണം സിസ്റ്റം മരവിക്കുന്നതും തെറ്റായ വിവരങ്ങൾ നൽകുന്നതും പതിവായിരിക്കുകയാണ്. ഇത് ആക്രമണ ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിനെ ബാധിക്കുന്നു. വിമാനങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ലിങ്ക് 17 ഡാറ്റ ലിങ്ക് സംവിധാനത്തിന് വേഗത കുറവായതിനാൽ തത്സമയ ആശയവിനിമയവും ലഭ്യമാകുന്നില്ല. റഷ്യൻ നിർമ്മിത ക്രിമോവോസ് ആൻഡ് 93 എഞ്ചിനുകളുടെ വിശ്വസ്തതയില്ലായ്മയും തിരിച്ചടിയായിട്ടുണ്ട്. വെറും 3 വിമാനങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഇത് പരിപാലിക്കുന്നത് നൈജീരിയയ്ക്കും സാമ്പത്തികമായും സാങ്കേതികമായും വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.